നമസ്കാരം. കൊല്ലവർഷം 1200 മീനമാസം 30 അതായത് 2025 ഏപ്രിൽ 13 ഞായറാഴ്ച രാത്രി 3:21 തുലാക്കൂറിൽ ചോതി നക്ഷത്രം 1-ാം പാദവും കൃഷ്ണപക്ഷ പ്രഥമ തിഥിയും പന്നിക്കർണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയം ഭൂമി ഭൂതോദയം കൊണ്ടാണ് മേടരവി സംക്രമം. മേടരവി സംക്രമ സമയത്തെ നക്ഷത്രത്തെയും ഗ്രഹങ്ങളുടെ ഗോചര ഫലങ്ങളെയും പരിഗണിച്ച് ഓരോ നക്ഷത്രക്കാർക്കും അടുത്ത വിഷു വരെ അനുഭവത്തിൽ വരാവുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. ഓർക്കുക, ഒരാളുടെ ദശാകാലം, ഛിദ്രം, ഗ്രഹങ്ങളുടെ ഉച്ചനീച ക്ഷേത്രാധിസ്ഥിതി, ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, പ്രായം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ ഈ ഫലാനുഭവങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും സംഭവിക്കാവുന്നതാണ്. ഈ വർഷത്തെ വിഷുഫലം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുണ്ടാകും. കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾക്ക് അവസരമുണ്ടാകും. സഹപ്രവർത്തകർ സഹകരണ മനോഭാവത്തോടെ പെരുമാറും. ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും വർദ്ധിക്കും. പ്രയത്നങ്ങൾ സഫലമായി തീരും. ആദായം വർദ്ധിക്കും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ധർമ്മചിന്തയോടെ പ്രവർത്തിക്കും. അതിലൂടെ ആദരവിന് പാത്രമാകും. പ്രണയബന്ധങ്ങൾ സഫലമാകും. പൊതുവെ മനസ്സന്തോഷം അനുഭവിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കുവാനും ലാഭകരമാക്കാനും ഈ കാലത്ത് കഴിയും. വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടങ്ങളും ഈ കാലത്ത് പ്രതീക്ഷിക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് സർവരംഗത്തും ഉയർച്ചയുടെ ഒരു കാലഘട്ടമാണ് വിഷുഫലം സൂചിപ്പിക്കുന്നത്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഈ കാലത്ത് കഴിയും. തൊഴിലന്വേഷകർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ ആവശ്യമായി വരും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. സമൂഹ മധ്യത്തിൽ അംഗീകാരം വർദ്ധിക്കും. മനപ്രസാദം അനുഭവിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്താം. ബിസിനസ് രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ കാലത്ത് കഴിയും. നിലവിലുള്ള സംരംഭങ്ങൾ കൂടുതൽ ലാഭകരമായി തീരും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ആഗ്രഹ പൂർത്തീകരണത്തിന് അവസരമുണ്ടാകുന്ന കാലമാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ച് വിജയം നേടാനാകും. അനാവശ്യ വ്യവഹാരങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പിൻവാങ്ങും. ഗൃഹനിർമ്മാണം, വിവാഹം ഇവയൊക്കെ നടക്കാവുന്ന കാലം കൂടിയാണ്. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടസ്സം കൂടാതെ ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ലാഭകരമാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തും. മേലധികാരികളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. രോഹിണി നക്ഷത്രക്കാർക്ക് അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം വിഷുഫലമനുസരിച്ചും ഗോചര ഫലമനുസരിച്ചും നേട്ടങ്ങളുടെ കാലമായിരിക്കും മുന്നിലുള്ളത്. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അറുതി വരും. തൊഴിൽ രംഗം ശോഭനമാകും. കർമ്മരംഗത്ത് താൻ അറിയാതെ തന്നെ അഭ്യുന്നതി തേടിവരും. അർഹതയ്ക്കുള്ള അംഗീകാരം ലഭിക്കും. ആത്മീയമായും ഭൗതികമായും ഒരു പുതിയ ഉണർവ് അനുഭവപ്പെടും. മനോവ്യഥകൾ അകലും. പുതിയ സംരംഭങ്ങൾ വിജയകരമാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവും അംഗീകാരങ്ങളും വന്നു ചേരും. മകയിരം നക്ഷത്രക്കാർക്ക് ഈ സംക്രമഫലം ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടും. തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ തുടങ്ങിയവ രമ്യമായി പരിഹരിക്കാനാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വഴികൾ തെളിയും. ഭൂമി ക്രയവിക്രയം സാധ്യമാകും. അപകടങ്ങളെ കരുതണം. അനുകൂലമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരാം. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ആദായം വന്നുകൊള്ളണമെന്നില്ല.
തൊഴിൽ രംഗം പൊതുവെ ശോഭനമാകും. അടുത്ത ബന്ധുക്കളുടെ വേർപാട് മനക്ലേശത്തിന് ഇടയാക്കിയേക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രയത്നം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലുള്ളത്. സ്വപ്രയത്നം കൊണ്ടും യോഗ്യത കൊണ്ടും സ്ഥാനലബ്ധി ഉണ്ടാകും. ആർഭാട ജീവിതത്തിനായി പണം ചെലവഴിക്കും. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനാകും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് തടസ്സം നേരിട്ടേക്കാം. മുൻകോപവും അക്ഷമയും നിയന്ത്രിക്കേണ്ടി വരും. സ്നേഹബന്ധങ്ങൾക്ക് ഉലച്ചിൽ നേരിടാം. തൊഴിൽ രംഗം ശോഭനമാകും. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലമല്ല ഇത്. സഹോദരങ്ങളുമായി വാക്കുതർക്കത്തിന് ഇടവരാം. അപകടങ്ങളെ കരുതണം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. പുണർന്നം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായി അനുഭവപ്പെടും. കാര്യസാധ്യത്തിന് കാലതാമസം നേരിടാം. അനാവശ്യ തടസ്സങ്ങൾ നേരിട്ടേക്കാം. വേണ്ടപ്പെട്ടവരുടെ പിന്തുണ പലപ്പോഴും ലഭിച്ചു കൊള്ളണമെന്നില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ പലപ്പോഴും കഴിയാതെ പോകും. മനഃചാഞ്ചല്യം അനുഭവപ്പെടും. സുപ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. സ്വന്തം കാര്യം മറന്ന് അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കും. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം അനുകൂലമാണെന്ന് തന്നെ പറയാം. തടസ്സങ്ങളില്ലാതെ കാര്യപ്രാപ്തി ഉണ്ടാകും. സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ലാഭകരമായി തീരും. വാഹന ലാഭം, ഭൂമി ലാഭം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. കുടുംബജീവിതം സമാധാനപൂർണമാകും. പൊതുരംഗത്ത് സജീവമാകും. മനപ്രസാദവും ആത്മവിശ്വാസവും വർദ്ധിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളുടെ ഒരു കാലത്തെയാണ് ഈ വിഷുഫലം സൂചിപ്പിക്കുന്നത്. കടബാധ്യതകൾ ഉള്ളവർക്ക് ബാധ്യതകൾ തീർക്കാൻ അവസരമൊരുങ്ങും. പൂർവിക സ്വത്ത് വിൽക്കാനാകും. ധനപരമായി ഉയർച്ച ദൃശ്യമായി തുടങ്ങും. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. വീട് പുതുക്കി പണിയുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ തയ്യാറാകും. തടസ്സപ്പെട്ട് കിടന്ന ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ അവസരമുണ്ടാകും. പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥത വഹിക്കേണ്ടി വരാം. ആത്മീയ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കും. തീർത്ഥയാത്രകൾക്ക് സമയം കണ്ടെത്തും. മകം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം അനുകൂല ഫലാനുഭവങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ജോലി സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധ്യതയുള്ള കാലമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറെടുക്കും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഈ കാലത്ത് തയ്യാറാകും. ആരോഗ്യകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. അതിനായി ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറാകും. പ്രണയബന്ധങ്ങൾ സഫലമാകും. അപകടങ്ങളെ കരുതേണ്ട കാലം കൂടിയാണ് ഇത്. വിഷുഫലം പൂരം നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ ഉപകരിക്കുന്ന കാലമാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്ക് അറുതിയുണ്ടാകും. പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. ഭൗതിക സുഖങ്ങൾ അനുഭവത്തിൽ വരും. രോഗാവസ്ഥകൾക്ക് ശമനമുണ്ടാകും. തടസ്സങ്ങളെ അതിജീവിക്കുവാനും വിജയിക്കുവാനും ഈ കാലത്ത് കഴിയും. പുതിയ ഗ്രഹം നിർമ്മിക്കുവാനോ പുതുക്കി പണിയുന്നതിനോ ശ്രമിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തടസ്സം കൂടാതെ അവസരമുണ്ടാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരികെ ലഭിക്കും. സാമൂഹ്യ പദവിയും അംഗീകാരവും വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് പ്രകടമായ ഉയർച്ച ദൃശ്യമാകും.
കടബാധ്യതകൾ ഉള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒത്തുവരും. ദാമ്പത്യത്തിലെ ഭിന്നതകൾ പരിഹരിക്കാനാകും. തൊഴിലന്വേഷകർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും. അയൽക്കാരുമായുള്ള ഭിന്നതകൾ പരിഹരിക്കാനാകും. ലോണുകൾ എളുപ്പത്തിൽ ലഭ്യമാകും. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ കരുതലെടുക്കാൻ തയ്യാറാകും. പൊതുവെ മനസ്സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വരും. അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ശ്രേയസ്കരമായ ഒരു വർഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പൊതുവെ ആത്മവിശ്വാസം വർദ്ധിക്കും. അവശ്യഘട്ടങ്ങളിൽ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരുടെ നിർലോഭമായ സഹകരണം ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. സ്വാസ്ഥ്യം അനുഭവപ്പെടും. കർമ്മരംഗം ശോഭനമാകും. ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നുചേരും. പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും. ധാർമ്മികമായ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായ ഫലാനുഭവങ്ങളെയാകും നേരിടേണ്ടി വരിക. ആലോചനയില്ലാത്ത പെരുമാറ്റങ്ങളും എടുത്തുചാട്ടവും കൊണ്ട് തിരിച്ചടികൾ നേരിടാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രയത്നം ആവശ്യമായി വരാം. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കാലം അനുകൂലമല്ല. അകാരണ ഭയവും ആശങ്കയും അനുഭവപ്പെടും. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും. സജ്ജനങ്ങളുടെ പിന്തുണ ലഭിക്കും. കേസ് വഴക്കുകളിൽ വിജയമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ കാലമാണ്. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചുകൊള്ളണമെന്നില്ല. ഗോചരഫലം അനുകൂലമെങ്കിലും ചോതി നക്ഷത്രക്കാർക്ക് വിഷുഫലം പ്രതികൂലമായി അനുഭവപ്പെട്ടേക്കാം. അതിനാൽ ഈ വർഷം സമ്മിശ്രമായ ഫലാനുഭവങ്ങളാകും ഇവരെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിത ധനാഗമം പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാകും. ബന്ധുക്കളുമായി രമ്യതയിൽ വർദ്ധിക്കും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്തു നിന്ന് വരുമാനം വർദ്ധിക്കും. പുതിയ പദവികൾ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന സംരംഭങ്ങൾ പുനരുജ്ജീവിപ്പിക്കുവാൻ ഈ കാലത്ത് കഴിയും. പ്രവൃത്തികളിൽ ആത്മവിശ്വാസം പ്രകടമാക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം സമ്മിശ്ര ഫലങ്ങളാകും പ്രദാനം ചെയ്യുക. കുടുംബാംഗങ്ങളുടെ വാക്കുകൾ പരിഗണിക്കാൻ തയ്യാറാകും. മുൻപെടുത്ത പല തീരുമാനങ്ങളും പുനഃപരിശോധിക്കും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നീണ്ടുപോയേക്കാം. അനാവശ്യ ഉത്കണ്ഠകൾ മനസ്സിനെ ഭരിക്കും. ആത്മവിശ്വാസം കുറഞ്ഞതായി അനുഭവപ്പെടും. തൊഴിൽ രംഗത്തും വ്യാപാര രംഗത്തും ആശിച്ച പുരോഗതി ഈ കാലത്ത് ദൃശ്യമായിക്കൊള്ളണമെന്നില്ല. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പല കാര്യങ്ങളും ഫലപ്രാപ്തിയിലെത്താൻ കാലതാമസം നേരിട്ടേക്കാം. കുടുംബജീവിതം സന്തുഷ്ടമായി അനുഭവപ്പെടും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെട്ട് മനക്ലേശവും ഈ കാലത്ത് നേരിടാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം മികച്ച നേട്ടങ്ങളുടേതാകും. പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. അധികാരമുള്ള പദവികളിൽ എത്തിച്ചേരും. എവിടെയും നേതൃപദവിക്ക് അവസരമുണ്ടാകും. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും മികച്ച അവസരങ്ങളും ലഭിക്കും. സന്താനങ്ങൾ അനുകൂലതയോടെ പെരുമാറും. ബന്ധങ്ങൾ സുദൃഢമാകും. പുതിയ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സാഹചര്യം ഒരുങ്ങും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഈ വിഷുഫലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മികച്ച ഫലസൂചനകളാണ് നൽകുന്നത്. ഊർജിതമായ പ്രവർത്തനങ്ങളിലൂടെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളെ വിജയത്തിലെത്തിക്കാൻ കഴിയും. ചിന്തയ്ക്ക് വ്യക്തതയും പ്രവൃത്തികളിൽ കൃത്യതയും പ്രകടിപ്പിക്കും.
മുൻകാല പ്രവൃത്തികളിലെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാകും. പൊതുരംഗത്ത് സജീവമാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിക്കും. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. പ്രണയ സാഫല്യം ഉണ്ടാകും. സാമ്പത്തിക ആവശ്യങ്ങൾ തടസ്സമില്ലാതെ നിറവേറ്റാനാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് കാലം അനുകൂലമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും. മൂലം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം അനുകൂലമാണ്. ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും വിജയം നേടാനും ഈ കാലത്ത് കഴിയും. കഠിനാധ്വാനത്തിന് തയ്യാറാകും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രയോഗിക്കാനും ശ്രമിക്കും. ഏതു കാര്യത്തിലും ധീരവും സ്വതന്ത്രവുമായ തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകും. ഉന്നത വിദ്യാഭ്യാസം, വ്യവസായ പുരോഗതി, കർമ്മരംഗത്ത് ഉയർച്ച എന്നീ ഫലങ്ങൾ അനുഭവത്തിൽ വരും. വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. ദാമ്പത്യം കൂടുതൽ ഊഷ്മളമായി അനുഭവപ്പെടും. നേതൃപദവികൾ തേടി വരും. പല സുപ്രധാന നേട്ടങ്ങളും പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭ്യമാകുമെന്ന സൂചന നൽകുന്നതാണ് ഈ വർഷത്തെ വിഷുഫലം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭമുണ്ടാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരാം. ആരോഗ്യം മെച്ചമായി അനുഭവപ്പെടും. കടബാധ്യതകൾ പരിഹരിക്കാൻ കഴിയും. തൊഴിൽ രംഗം ശോഭനമാകും. അംഗീകാരങ്ങളും അനുമോദനങ്ങളും ലഭിക്കും. സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ലാഭം ഉണ്ടാകും. സംരംഭങ്ങളിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. മനസന്തോഷം അനുഭവപ്പെടും. ഉത്രാടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കാവുന്ന കാലമാണ്. സാമൂഹ്യമായ അംഗീകാരം വർദ്ധിക്കും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് പരിഹാരമാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. ആത്മീയമായ ഒരു ഉണർവ് പ്രകടമാകും. ധർമ്മചിന്തകൾ വച്ചുപുലർത്തും. പുതിയ ഗൃഹനിർമ്മാണത്തിന് അവസരമുണ്ടാകും. സുഹൃത്ത് ബന്ധങ്ങൾ പ്രയോജനകരമായി തീരും. പ്രവർത്തികളിൽ ആത്മവിശ്വാസം പ്രകടമാകും. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിൽ രംഗം ശോഭനമായി അനുഭവപ്പെടും. മികച്ച പ്രവർത്തനത്തിന് അംഗീകാരങ്ങളും നേതൃപദവിയും ലഭിക്കും. കുടുംബത്തിൽ ഐക്യവും സമാധാനവും അനുഭവപ്പെടും. ഭൂമി ഇടപാടുകളിൽ നിന്ന് മികച്ച ലാഭം ഉണ്ടാക്കാവുന്ന കാലമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും വിജയകരമാക്കുവാനും കഴിയും. കുടുംബത്തിലും സമൂഹത്തിലും ബഹുമാനിതനാകും. മാതൃകാപരമായ പ്രവർത്തികളിലൂടെ ആദരവിന് പാത്രമാകും. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരാൻ ഈ കാലത്ത് തയ്യാറെടുക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് വിഷുഫലം സമ്മിശ്ര ഫലങ്ങളാകും പ്രദാനം ചെയ്യുക. കർമ്മരംഗത്ത് അതീവ ജാഗ്രത പുലർത്തേണ്ടി വരുന്ന കാലമാണ്. സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ പ്രവർത്തന മേഖലയെ ബാധിക്കും. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നുചേരും. അവശ്യഘട്ടങ്ങളിൽ സഹായം പ്രതീക്ഷിച്ചിരുന്നവരിൽ നിന്ന് അത് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. സന്താനങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും. വിദേശത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാം. മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകും. ഈശ്വരാധീനത്താൽ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും. ആത്മവിശ്വാസക്കുറവ്, അകാരണമായ ഉത്കണ്ഠ, വിഷാദം ഇവയൊക്കെ ചതയം നക്ഷത്രക്കാരെ പിടിമുറുക്കാവുന്ന ഒരു കാലത്തെയാണ് ഈ വർഷത്തെ വിഷുഫലം സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട സന്ദർഭങ്ങൾ ഈ കാലത്ത് നേരിടാം. മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വരുമാനത്തിൽ വർധനവുണ്ടാവുമെങ്കിലും ചെലവ് വർദ്ധിച്ചിരിക്കും. രോഗാവസ്ഥകൾ മാറ്റമില്ലാതെ തുടരും. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. സുഖാനുഭവങ്ങൾക്ക് പലപ്പോഴും ഭംഗം നേരിട്ടേക്കാം.
പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം മിശ്രഫലങ്ങളാകും പ്രദാനം ചെയ്യുക. കാര്യസാധ്യത്തിന് അത്യധ്വാനം തന്നെ വേണ്ടി വന്നേക്കാം. അലസത പിടിമുറക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. വഞ്ചനയ്ക്ക് ഇരയാകാം. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിന് കാലതാമസം നേരിടാം. കുടുംബ സമാധാനത്തിനായി കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണപ്രദമായി അനുഭവപ്പെടും. പരിശ്രമങ്ങൾക്ക് അനുകൂല ഫലപ്രാപ്തി ഉണ്ടാകും. കർമ്മരംഗം ശോഭനമാകും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രതയും കൃത്യതയും സൂക്ഷിച്ചില്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ നേരിടാം. കിട്ടാനുള്ള പണം തിരികെ കിട്ടാൻ കാലതാമസം നേരിട്ടേക്കാം. ഗൃഹനിർമ്മാണം ഉദ്ദേശിച്ച വേഗതയിൽ പൂർത്തിയാകണമെന്നില്ല. സാമൂഹ്യമായ അംഗീകാരം വർദ്ധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും അംഗീകരിക്കപ്പെടും. നിലവിലുള്ള വ്യവഹാരങ്ങൾ നീണ്ടുപോയേക്കാം. ഗോചരഫലത്തിൽ നിന്നും വ്യത്യസ്തമായി രേവതി നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുകൂലമായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാം. പൊതുവെ ജീവിതം തടസ്സം കൂടാതെ മുന്നോട്ടു പോകും. തൊഴിൽ രംഗം ശോഭനമായി അനുഭവപ്പെടും. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകും. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും സഹകരണ മനോഭാവത്തോടെ പെരുമാറും. ആഗ്രഹിച്ച ദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരും. മനശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ശല്യപ്പെടുത്തിയേക്കാം. ചെലവ് വർദ്ധിക്കും. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾ അകലാനും സദ്ഫലങ്ങൾ അനുഭവത്തിൽ വരാനും ദേവാലയ ദർശനവും വഴിപാടുകളും നടത്തുന്നതോടൊപ്പം അവരവരുടെ നക്ഷത്ര ദേവതാ മന്ത്രം ദിവസേന ഭക്തിപൂർവം ജപിക്കുന്നത് ഗുണം ചെയ്യും. ശുഭാശംസകൾ നേരുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.